സഹയാത്രി. പൗരോഹിത്യ സ്വത്വവും ദൗത്യവും അടിസ്ഥാനമാക്കി 100 ധ്യാന ചിന്തകൾ. അവതരണം ഫാദർ ഹെൻറി പട്ടരുമഠത്തിൽ SJ. വിശ്വസ്തൻ. അവൻ്റെ യജമാനൻ പറഞ്ഞു, കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ. അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതിനാൽ അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ ഭരമേൽപ്പിക്കും. നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക. മത്തായി 25:21. പുരോഹിതന് ഏറെ ഇണങ്ങിയ വിശേഷണമാണ് വിശ്വസ്തനെന്നത്. അവൻ ദൈവത്തിനും ദൈവജനത്തിനും ഏറെ വിശ്വസ്തനാണ്. അവൻ്റെ ഗുരുവും നാഥനുമായ ക്രിസ്തു അവനിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് വളരെയേറെ കാര്യങ്ങൾ അവനെ ഏൽപ്പിച്ചിരിക്കുന്നു. അവൻ്റെ പൗരോഹിത്യം തന്നെ ഈ വിശ്വാസത്തിൻ്റെ തെളിവാണ്. അവൻ്റെ പരിമിതികളും ബലഹീനതകളുമെല്ലാം അറിയാമായിരുന്നിട്ടും അവനെ അവിടുന്ന് തിരഞ്ഞെടുക്കുകയും തൻ്റെ ജനത്തിന് വഴികാട്ടിയായി നിയോഗിക്കുകയും ചെയ്തിരിക്കുന്നു. മാത്രമല്ല, അവൻ്റെ പൗരോഹിത്യധർമ്മം വിശ്വസ്തതാപൂർവം പൂർത്തിയാക്കാൻ അവൻ്റെ കൂടെ നടന്ന് ശക്തിപ്പെടുത്തുന്നു. ദൈവത്തോടാണ് പുരോഹിതൻ്റെ പ്രഥമവും പ്രധാനവുമായ വിശ്വസ്തത. അവിടുത്തെ സ്നേഹത്തോട്, പ്രമാണങ്ങളോട്, അവിടുത്തെ മക്കളായ തൻ്റെ സഹയാത്രികരോട്, അവിടുന്ന് ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തോട്, ഇങ്ങനെ എല്ലാത്തിലും എല്ലാ കാര്യങ്ങളിലും ദൈവത്തോട് വിശ്വസ്തനായി പുരോഹിതൻ ജീവിക്കുന്നു. ഏറെ സ്നേഹത്തോടും ആദരത്തോടും വിശ്വാസത്തോടും കൂടെയാണ് ജനങ്ങൾ പുരോഹിതനോട് ഇടപെടുന്നത്. അവൻ തങ്ങളെ ദൈവത്തിൻ്റെ വഴിയിലൂടെ നയിക്കുമെന്നും നന്മയായത് കാണിച്ചു തരുമെന്നും അവർ വിശ്വസിക്കുന്നു. അതോടൊപ്പം തങ്ങളുടെ വേദനകളിലും പ്രയാസങ്ങളിലുമെല്ലാം അവൻ തങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് അവർ വിശ്വസിക്കുന്നു. ദൈവത്തോടുള്ള പുരോഹിതൻ്റെ വിശ്വസ്തത മൂർത്തമായ രീതിയിൽ പ്രകടമാകുന്നത് തൻ്റെ ജനത്തോടുള്ള അവൻ്റെ വിശ്വസ്തതയിലൂടെയാണ്. അവരോരോരുത്തരുടെയും നന്മ മാത്രമാണ് അവൻ ആഗ്രഹിക്കുന്നത്. ദൈവമാണ് അവരെ ഓരോരുത്തരെയും താനുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നതെന്ന് അവൻ ഉറച്ചു വിശ്വസിക്കുന്നു. അവരോടുള്ള അവിശ്വസ്തത ദൈവത്തോടുള്ള അവിശ്വസ്തതയാകുമെന്ന് അവനറിയാം. വ്യത്യസ്ത തലങ്ങളിൽ പുരോഹിതൻ്റെ വിശ്വസ്തത പ്രതിഫലിക്കുന്നു. കർത്താവിൻ്റെ ദൗത്യത്തിലെ വിശ്വസ്തനായ സേവകനാണവൻ. താൻ ഏറെ സ്നേഹിക്കുന്ന യജമാനൻ്റെ ആവശ്യങ്ങളെല്ലാം കണ്ടറിഞ്ഞ് അദ്ദേഹത്തിന് ശുശ്രൂഷ ചെയ്യുന്ന വിശ്വസ്തനായ ദാസനെ പോലെ ചെറിയ കാര്യങ്ങളിലും വലിയ കാര്യങ്ങളിലും ഒന്നുപോലെ വിശ്വസ്തനായി അവൻ കർത്താവിൻ്റെ ദൗത്യത്തിനായി അഹോരാത്രം അധ്വാനിക്കുന്നു. അനേകം പേർക്ക് അവൻ വിശ്വസ്തനായ വഴികാട്ടിയാണ്. അവരുടെ യാത്രയിൽ
അവൻ പൂർണ്ണ സമർപ്പണത്തോടെ അവരോടൊപ്പമുണ്ട്. ചെന്നായി വരുന്നത് കാണുമ്പോൾ ഓടി രക്ഷപ്പെടുന്ന കൂലിക്കാരനെ പോലെയല്ല അവൻ. വഴിയിൽ എന്ത് പ്രതിബന്ധമുണ്ടായാലും എന്ത് അപകടങ്ങൾ സംഭവിച്ചാലും അവൻ അവരോടുകൂടെ നിന്ന് അതിനെ നേരിടുന്നു. ഒരുപാട് പേർക്ക് അവൻ വിശ്വസ്തനായ സുഹൃത്താണ്. ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന, പൂർണ്ണമായി വിശ്വസിക്കാവുന്ന, ഒരിക്കലും ചതിക്കുകയോ വഞ്ചിക്കുകയോ അപകടങ്ങളിലേക്ക് തള്ളിവിടുകയോ ചെയ്യാത്ത അവരുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ ആത്മമിത്രം. വിശ്വസ്തനായ ആ ആത്മമിത്രത്തോട് ചേർന്ന് കർത്താവിൻ്റെ വഴിയിലൂടെ അവർ യാത്ര ചെയ്യുന്നു. ധ്യാനം. സ്വസ്ഥമായിരുന്ന് ദൈവം എത്രമാത്രം എന്നെ വിശ്വസിക്കുന്നു എന്ന യാഥാർത്ഥ്യം ധ്യാനിക്കുക. അതുപോലെ എൻ്റെ സഹയാത്രികർക്ക് എന്നിലുള്ള വിശ്വാസവും മനസ്സിൽ കൊണ്ടുവരിക. സാധ്യമെങ്കിൽ അത് എനിക്ക് അനുഭവപ്പെട്ട 1-2 സന്ദർഭങ്ങൾ ഓർക്കുക. ദൈവത്തിന് നന്ദി പറയുക. ജീവിതാന്തം വരെ വിശ്വസ്തയോടെ കർത്താവിൻ്റെ വഴിയിലൂടെ നടക്കാനുള്ള കൃപ യാചിക്കുക.